ഇനി എല്ലാവർക്കും ലോൺ, എല്ലാവർക്കും ഫോൺ. 0% പലിശരഹിത വായ്പാ സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ പൂക്കോട്ടുംപാടം കരുവാരുകുണ്ട് ഷോറൂമുകളിൽ നിന്നും. മോഡോക് യുവർ മൊബൈൽ ഡോക്ടർ, പൂക്കോട്ടുംപാടം ബ്രാഞ്ച്, കരുവാരുകുണ്ട്. സംസ്ഥാനത്ത് മദ്യനിരോധനം അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്നും അതൊരു പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവേണ്ടതാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നിലമ്പൂർ മമ്പാട് ടീക് ടൗണിൽ നടന്ന കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒന്നാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുകയാണ്. വിശ്വാസി സമൂഹത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ, അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മാത്രമേ വർഗീയതയെ പ്രതിരോധിക്കാനാവുള്ളൂ. വിശ്വാസികളാരും വർഗീയവാദികളൊന്നുമല്ല. തെറ്റായ പ്രചരണം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. വിശ്വാസികൾക്ക് മതസൗഹാർദ്ദവും സാമുദായികമായ ഉള്ളടക്കത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള മാനവികതയും ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നതാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ എല്ലാ മതത്തിൻ്റെയും സാരാംശം മാനുഷികമായ ഉന്നതി തന്നെയാണ്. അതുകൊണ്ട് വർഗീയതയ്ക്കെതിരായ പോരാട്ടം എന്ന് പറയുന്നത് വിശ്വാസികൾ ഉൾപ്പെടെ ചേരുന്ന അതിവിപുലമായ ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ ആ കടമ നിർവഹിക്കാനാവുള്ളൂ. വർഗീയവാദികളാണെങ്കിൽ അവർക്ക് വിശ്വാസമില്ല. അത് ജിന്ന മുതൽ ഇങ്ങോട്ടില്ല. സവർക്കർ ഉൾപ്പെടെയുള്ളവരെ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. അവർ വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ച് രാജ്യാധികാരത്തിലേക്ക് പ്രവേശിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ അധികാരം പിടിക്കലാണ്. അവർക്ക് പിന്നെ എന്ത് വിശ്വാസം? അവരുടെ മതം എന്ന് പറഞ്ഞ് അത് ഉപയോഗിച്ച് കോപ്പറേറ്റീവുകളുടെ താല്പര്യം സംരക്ഷിക്കാനാണ്. ഞാൻ അതുകൂടി പറഞ്ഞാലേ ബോധ്യമുള്ളൂ. ഇവരാരും ഒരു സമുദായത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല. ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുമല്ല. മദ്യഷാപ്പുകളുടെ എണ്ണത്തിൽ വർധനയുണ്ടായെങ്കിലും മദ്യ ഉപഭോഗത്തിൽ കുറവ് വരുന്നതായാണ് കാണുന്നതെന്നും അതേസമയം മദ്യത്തിൽ നിന്ന് മാറിയ ചിലർ മറ്റു മാരക ലഹരിയിലേക്ക് പോകുന്നത് വലിയ അപകടമുണ്ടാക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. NSSന് കൊടുത്ത ആനുകൂല്യങ്ങൾ എല്ലാവർക്കും കൊടുക്കണമെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആഗ്രഹമെന്നും കൂടുതൽ പട്ടയങ്ങൾ കൊടുക്കാനുള്ള നടപടികളെ സ്വീകരിക്കുമെന്നും ബസ് ഓപ്പറേറ്റർമാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു. വന്യമൃഗശല്യം വലിയ പ്രശ്നമാണെന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ കേന്ദ്രമാണ് നിയമമുണ്ടാക്കേണ്ടത്. അവരൊന്നും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, നമ്മളെ ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വന്യമൃഗങ്ങളെ സംരക്ഷിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ അവ കൃഷിയിടത്തിലേക്കും താമസ സ്ഥലത്തേക്കും ഇറങ്ങുന്നത് പ്രതിരോധിക്കുകയും വേണം. ഈ വിഷയത്തിൽ നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യം ഗവർണർക്ക് നൽകിയിട്ട് ഗവർണർ അത് കേന്ദ്രത്തിലേക്ക് നൽകുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തെ അംഗീകരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. SIRന് CPM പിന്തുണയ്ക്കുന്നുവെന്ന മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വാദത്തെ ഗോവിന്ദൻ പ്രതിരോധിച്ചു. ആഭ്യന്തര വിദേശ ടൂറിസം രംഗത്ത് ചരിത്രത്തിലില്ലാത്ത വിധം വികസനമുണ്ടായതായും ഫാർമസിസ്റ്റ് നിയമനത്തിൽ ഫയൽ നീക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തി. വ്യക്തി ശുചിത്വത്തിന് നൽകുന്ന പ്രാധാന്യം സമൂഹ ശുചിത്വത്തിനും നൽകണമെന്നും വർഗീയതയ്ക്കെതിരെ ഒരു തരത്തിലുള്ള സന്ധിയും ഉണ്ടാവില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. യോഗത്തിൽ KS സലേഖ, മാത്യു കുന്നമ്പള്ളി, മനയത്ത് ചന്ദ്രൻ, N കണ്ണൻ, കാസിം ഇരിക്കൂർ, P സന്തോഷ് കുമാർ MP, മോനിച്ചൻ, ബാബു ദിവാകരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.